MS സൊല്യൂഷൻസ് അശ്ലീല പരാമർശം നടത്തിയെന്ന പരാതിയിൽ കൊടുവള്ളി പോലീസ് മെറ്റയിൽ നിന്ന് വിവരങ്ങൾ തേടി. വിദ്യാർത്ഥി സംഘടനകളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. മുഹമ്മദ് അസ്ലം വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന്. അസ്ലം, ഇതെന്താണ് കാര്യം? ഈ വീഡിയോ നീക്കം ചെയ്തതാണോ പ്രശ്നം, അതോ അശ്ലീല പരാമർശം നടത്തിയെന്നാണോ? ഈ അശ്ലീല പരാമർശം MS സൊല്യൂഷൻസ് അവരുടെ ബയോളജി ക്ലാസിന്റെ ഭാഗമായി നടത്തിയെന്നുള്ള പരാതി SFIയും KCUവും കൊടുവള്ളി പോലീസ് സ്റ്റേഷനിൽ നൽകിയിരുന്നു. ആ വീഡിയോ സംബന്ധിച്ച് പരിശോധിച്ചുള്ള വീഡിയോ അവർക്ക് ലഭ്യമായില്ല. അതുകൊണ്ട് തന്നെ അത് റിട്രീവ് ചെയ്യാൻ വേണ്ടി മെറ്റയ്ക്ക് അവർ കത്തയച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അവർ സ്വാഭാവികമായിട്ടും അത് ഈ പരാതി വന്ന സാഹചര്യത്തിൽ പോലീസിൻ്റെ സ്വാഭാവിക നടപടിയാണ്. സ്വാഭാവികമായിട്ടും ഈ വീഡിയോ കിട്ടിയത് അവർ പരിശോധിച്ചതിന് ശേഷം അത്തരം ഒരു അശ്ലീല പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ അവർ കേസ് രജിസ്റ്റർ ചെയ്യും. നിലവിൽ കേസൊന്നും എടുത്തില്ല. അതേസമയം നേരത്തെ ചോർച്ചി എന്നുള്ള പരാതിക്കൊപ്പം തന്നെ ഈ പരാതി കൂടി KCUയും SFIയും ASFും കൂടി കൊടുവള്ളി പോലീസ് സ്റ്റേഷൻ നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊടുവള്ളി പോലീസ് സ്റ്റേഷനാണ് ഈ പരാതി പരിശോധിക്കുന്നത്. അതിൻ്റെ ഭാഗമായി അതിൻ്റെ വിവരങ്ങൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മെറ്റയ്ക്ക് പരാതി നൽകിയിരിക്കുന്നത്. നിലവിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൻ്റെ ഭാഗമല്ല ഇത്, പകരം കൊടുവള്ളി പോലീസ് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ അവരാണ് മെറ്റയ്ക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത്. അതിൻ്റെ വിവരം ലഭിക്കുന്ന മുറയ്ക്ക് തുടർ നടപടിയിലേക്ക്. വിദ്യാർത്ഥി സംഘടനയുടെ പരാതി എന്താണ്? പൊതുവെ ഇത്തരം വീഡിയോകൾ സാധാരണ ബ്ലോഗർമാർക്ക് നടത്തുന്ന ഭാഷാശൈലി ഉപയോഗിച്ചാണ് ഈ വീഡിയോകൾ ചെയ്യുന്നത്. വളരെ തരംതാണ ഭാഷാശൈലിയാണ് ഇതിലുള്ളത് എന്നാണോ വിദ്യാർത്ഥി സംഘടനകൾ പറയുന്നത്? അതായത് കുട്ടികളെ ആകർഷിക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള ഭാഷാപ്രയോഗങ്ങൾ നടത്താറുണ്ട്. അതിൽ ചില അശ്ലീല പരാമർശങ്ങൾ MS സൊല്യൂഷൻസിൽ നടന്ന ക്ലാസ്സുകളിൽ, ബയോളജി ക്ലാസ്സുകളിൽ പ്രത്യേകിച്ചും ഉണ്ടായി എന്നുള്ളതാണ് KCU അതുപോലെ SFIയും ASFും മൂന്നുപേരും നൽകിയിരിക്കുന്ന വ്യത്യസ്ത പരാതികളുള്ളത്. കൊടുവള്ളി സ്റ്റേഷനിലാണ് പരാതി വന്നിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നോക്കുന്നത്. സ്വാഭാവികമായി ഉന്നയിക്കുന്ന കാര്യം അതാണ്. ഈ കുട്ടികളെ ആകർഷിക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള ഭാഷാപ്രയോഗങ്ങൾ നടത്തുന്നതിൽ അശ്ലീല പരാമർശങ്ങൾ വരുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഇത് കേൾക്കുന്നത് വിദ്യാർത്ഥികൾ കൂടിയായതിനാൽ സ്വാഭാവികമായും അതിനെ പോക്സോ വകുപ്പിൽ ഉൾപ്പെടുത്തി കേസെടുക്കണമെന്ന ആവശ്യമാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത്. പോലീസിന് അതിലേക്ക് പോകണമെങ്കിൽ സ്വാഭാവികമായിട്ടും ആ വീഡിയോ പരിശോധിക്കണം. അതിൽ അത്തരമൊരു പരാമർശം വന്നിട്ടുണ്ടോ, അത് കേസെടുക്കാനുള്ള കുറ്റമാണോ എന്നത് പരിശോധിക്കേണ്ടി വരും. അതിൻ്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ നടപടി എന്ന നിലയിലാണ് മെറ്റയോട് വിവരങ്ങൾ തേടിയിരിക്കുന്നത്. വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് അത് പരിശോധിച്ച് നടപടിയിലേക്ക് പോകുമെന്ന് കൊടുവള്ളി സ്റ്റേഷൻ SHO അറിയിച്ചിട്ടുണ്ട്.